ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ ഇപ്പം യൂട്യൂബിൽ ഇപ്പം അടുത്തിടെയായിട്ട് വീണ്ടും ഭയങ്കര ഡിലേ ആണ് വീഡിയോസൊക്കെ ഇടാനായിട്ട്. ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക, എനിക്ക് ഒരുപാട് സമയം എനിക്കിപ്പോൾ വേണം. അപ്പം അതാണ് ഇത്രയും ഡിലേ വരുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ഓർക്കും കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കണം വീഡിയോസൊക്കെ. ഞാൻ എൻ്റെ ലാസ്റ്റ് 2-3 വീഡിയോസൊക്കെ 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീഡിയോസ് ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രശ്നം ഇതാണ്, എഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു മടി കൊണ്ടാണ്. അപ്പം ഞാനത് കുറച്ചുകൂടി വീഡിയോസൊക്കെ റെഗുലർ ആക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാര്യം കുറേ നാളായി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മടി വരും എഡിറ്റ് ചെയ്യാൻ. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒരേപോലെ ആക്റ്റീവായിട്ട് നിൽക്കുക. ഇൻസ്റ്റഗ്രാമാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കുന്നതൊന്നും ഞാൻ ഡിലേ ആക്കാറില്ല. അപ്പോൾ എടുക്കുന്നു, ഫ്രഷ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അതിന് ഞാനൊരു ഡിലേയും വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബിൻ്റെ വീഡിയോസിന് ഡിലേ വരുന്നത്. ഞാൻ വിചാരിക്കുന്നത് അതായത് ഒന്നിരാടമായിട്ട് എഡിറ്റ് ചെയ്യാം. ഇപ്പം റീൽസ് ആയാലും ഒരു ദിവസത്തേക്ക് എഡിറ്റ് ചെയ്യാം, പിറ്റേ ദിവസത്തേക്ക് യൂട്യൂബിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു പ്ലാനിങ് എനിക്കുണ്ട്. ഓക്കെ, അപ്പം അതാണ് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ഓരോ വീഡിയോസിൻ്റെയും കമൻസ് എടുത്ത് നോക്കിയാൽ ഈ ഒരു വീഡിയോയെ പറ്റി സജഷൻ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ കാണും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെസ്റ്റേൺ ഹൈജീനിക് സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഒരു 2-3 പേര് എല്ലാ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ടോപ്പിക് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അല്ലാതെ എനിക്കിത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. അപ്പം ഒരു കുട്ടി ഇത് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അത് പരിഗണിക്കണമല്ലോ, അത് നമ്മൾ പറയാതിരിക്കും. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം, എനിക്കറിയില്ലായിരുന്നു എന്ത് ഞാൻ ഇതിനെപ്പറ്റി പറയും. ഇത്ര വലിയ ടോപ്പിക്കായിട്ടൊരു വീഡിയോ ചെയ്യാനും മാത്രമായിട്ടൊരു സ്പെസിഫിക് കണ്ടൻസ് ഉണ്ടോ ഇതിനകത്ത് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ യൂറോപ്യൻ രീതികളുമായിട്ട് എനിക്ക് തോന്നിയത് എന്തൊക്കെയാണ്, പിന്നെ അങ്ങനെ ഫണ്ണി ആയിട്ട് ഫ്രണ്ട്സിന് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെസ്റ്റേൺ ഹൈജീനിക് സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. ഞാനിപ്പം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു കണ്ടന്റ് എഴുതുന്ന ബുക്കാണ്. ഈ ഒരു ചെറിയ ഡയറിയിൽ വിചാരിക്കുന്ന പോയിന്റ്സ് ആയിട്ട് എന്തൊക്കെ പറയണം എന്നുള്ളത് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വെസ്റ്റേൺ ഹൈജീൻ എന്ന് പറയുമ്പം ഞാനിപ്പം ടോയ്ലറ്ററി മാത്രമല്ല, ഹോൾ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഫുഡായാലും അതുപോലെ തന്നെ നമ്മുടെ സ്മെൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഫസ്റ്റ് എൻ്റെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയത്, ഇവിടെ എല്ലാവരും ഫുഡ് ഫോർക്ക് നൈഫ് ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. സ്പൂൺ, ഫോർക്ക്, നൈഫ് ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളും നാട്ടിൽ ഈ പറയുന്ന പോലെ നൂഡിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫോർക്ക്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൈ ഉപയോഗിച്ചാണ്, നമ്മുടെ ഒരു ഏഷ്യൻ കൾച്ചർ നമ്മൾ അങ്ങനെയാണ് ശീലിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാ ഫുഡ് ഐറ്റംസും ഫോർക്ക്, നൈഫ് ഉപയോഗിച്ചാണ് കഴിക്കുക, അല്ലെ സ്പൂൺ ഉപയോഗിച്ച്. ഇവർ വളരെ റെയറായിട്ട് മാത്രം ഈ ഹാർഡായിട്ടുള്ള സ്റ്റഫുകൾ, ഇപ്പോൾ കേക്കൊക്കെ പോലും എന്നാൽ പോലും ഇവർ ഫോർക്ക്, നൈഫ് ഉപയോഗിച്ച് തന്നെയാണ് കട്ട് ചെയ്ത് ഫോർക്ക് ഉപയോഗിച്ചാണ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇവർക്ക് ഇപ്പം എൻ്റെ കൊളീഗ്സൊക്കെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഇപ്പം മീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫോർക്ക്, നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നത് ആദ്യം എനിക്ക് കുറച്ച് പാടായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ ഇപ്പോൾ അത് ശീലമായി. നമ്മളും ഡെയിലി ഇത് തന്നെയാണ്, ഫുഡ് കഴിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ശീലമായി. അപ്പോൾ നമ്മുടെ കൊളീഗ്സൊക്കെ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളും ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഫോർക്ക്, നൈഫ് ഉപയോഗിച്ചാണോ കഴിക്കുന്നത്? അപ്പം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്, അപ്പം കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മൾ കൈ ഉപയോഗിച്ചാണ്. ചിലർക്ക് അത് ഭയങ്കര ഒരു ഡിസ്ഗസ്റ്റിംഗ്
എന്തോ അയ്യേ എന്നുള്ള രീതിയിലാണ് കൈ ഉപയോഗിച്ച് കഴിക്കുക എന്നുള്ളത് എന്നുള്ളൊരു രീതിയാണ് സംഭവം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളും ഓക്കെ, നമുക്ക് രണ്ട് രീതിയും പറ്റും. നമുക്ക് ഫോർക്കും നൈഫും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും, കൈ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും. നമുക്ക് എല്ലാ കൾച്ചറും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മൾ ഇന്ത്യൻസ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വാ കഴിക്കില്ലേ. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന ആ ഒരു സംഭവമേ ഇല്ല. ഇവർക്ക് രാവിലെ മോർണിംഗ് എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുക. ഇപ്പം ഞാൻ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ പേഷ്യൻസ് ബ്രഷ് ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അറിയില്ല ഇവർ വീടുകളിൽ എങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, എനിവേ ബ്രഷ് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഒരു ഹാങ്കർ ചീഫ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് ടിഷ്യൂസ് ഉപയോഗിച്ച് കൈ ക്ലീൻ ചെയ്യുക. പിന്നെ അവിടെ വാഷ് ബേസിനിൽ പോയി ഒരു ക്ലീനിങ്, അതായത് വെള്ളത്തിൻ്റെ യൂസ് ഇവിടെ വളരെ കുറവാണ്. അപ്പം ഇവർ ലാസ്റ്റ് ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്ത് തിരിച്ചും അതായത് ഉറങ്ങാനായിട്ട് പോകുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ എപ്പോഴും ഫുഡ് കഴിച്ച് ഞാൻ അങ്ങനെ ഒരു കൂട്ടത്തിലാണ്. എപ്പം ഫുഡ് കഴിച്ചാലും വാ കഴുകുന്ന ആള്. നൈറ്റ് എനിക്ക് മസ്റ്റായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. ഇല്ല എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. ഇപ്പം ഞാൻ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ എഴുന്നേറ്റ് പോയി പല്ല് കഴിച്ചിട്ട് വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പല്ല് തേക്കണം രാത്രി കിടക്കുന്നതിന് മുമ്പ്. അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്, ശീലിച്ചു പോയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അത് അങ്ങനെയാണ്. ഇവർ വെള്ളം വളരെ യൂസ് കുറയ്ക്കുന്നത് കൊണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റും അതായത് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ടിഷ്യൂ ഉപയോഗിച്ച് കൈ തുടയ്ക്കുക. അല്ലാണ്ടൊരു സെപ്പറേറ്റ് കഴുകലും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. അടുത്തൊരു കാര്യമാണെങ്കിൽ കുടിവെള്ളം. നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ എല്ലാവരും കാർബണേറ്റഡ് വാട്ടറാണ്, വെള്ളമാണ് കുടിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം ഞാനും കാർബണേറ്റഡ് വാട്ടർ കുടിക്കും. നമ്മൾ നാട്ടിൽ ലൈം അല്ലാതെ നമ്മൾ സോഡ വാങ്ങിച്ച് കുടിക്കും. പക്ഷെ ഇതൊരു ഡെയിലി യൂസേജ്, രാവിലെ എംറ്റി സ്റ്റൊമക്കിലൊക്കെ ഇതൊന്നും കുടിക്കാൻ നമുക്കൊട്ടും പറ്റില്ല. ഇവർ അങ്ങനെയാണ്. ഇവർ എംറ്റി സ്റ്റൊമക്കിൽ കാർബണേറ്റഡ് വാട്ടറാണ് കുടിക്കുന്നത്. ഇവർക്ക് ഹോട്ട് വാട്ടർ, ചെറിയ ലൂക്ക് വാം വാട്ടർ, ഇതൊന്നും ഇവർക്ക് കുടിക്കാൻ പറ്റില്ല. ഈവൻ പനി പിടിച്ച് കിടക്കുവാണെങ്കിലും അത്രയും സിക്കായിട്ടുള്ള അവസ്ഥയിൽ പോലും ഇവർ നല്ല തണുത്ത ഇതുപോലെ ഗ്യാസ് ഉള്ള, അതായത് കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ് ഇവർ കുടിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ, എന്നാലും എല്ലാവരും ഇതുപോലത്തെ അതായത് തിളപ്പിച്ച വെള്ളം അങ്ങനെ ആരും കുടിക്കില്ല. എല്ലാവരും ഇതുപോലത്തെ തണുത്ത നമ്മുടെ മിനറൽ വാട്ടറാണ് കുടിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാവരും പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വെള്ളം വാങ്ങിച്ചാണ് നമ്മുടെ, അല്ലാതെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യും. വീട്ടിൽ വെള്ളം ഫിൽട്ടർ ചെയ്താണ് കുടിക്കുക. അല്ലാതെ ബോയിൽ ചെയ്ത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ബോയിൽ ചെയ്ത് തണുപ്പിച്ച് കുടിക്കുന്ന ആ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പം ഞാൻ ശ്രദ്ധിക്കുക, ഇവരുടെ മോർണിംഗ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ്, ബട്ടർ, ചീസ് അല്ലെങ്കിൽ വുർസ്റ്റ് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിന് കൂടെ ഇവർ കോഫി കുടിക്കുന്നത് ബ്ലാക്ക് കോഫിയാണ്. ജർമ്മൻസ് എല്ലാം മോർണിംഗ് ഒരു ഭൂരിഭാഗം ആൾക്കാരും ബ്ലാക്ക് കോഫി കുടിക്കുന്നവരാണ്. റയറായിട്ട് ആൾക്കാർ മിൽക്ക് കോഫി കുടിക്കുന്നവരുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഇവർ കുടിക്കുന്നത് കോളയാണ്. കോള എന്ന് പറയുന്നതാണ് ഇവരുടെ എന്താ പറയുക, ഹോട്ട് കോഫി എന്നാണ് ഇവർ പറയുന്നത്. ഹോട്ട് കോഫിയാണ് ഇവരുടെ. കോൾഡ് കോഫി മാറിപ്പോയി കോൾഡ് കോഫി എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഇതുപോലെ ഒരുപാട് കാർബണേറ്റഡ് വെള്ളം, കോള, അതുപോലെ ജ്യൂസസ്, ഇതൊക്കെയാണ് ഇവർ കൂടുതലും കുടിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വയറിനുള്ള പ്രോബ്ലം, ഇൻഫ്ലമേഷൻ, സ്റ്റൊമക്ക് ഇൻഫ്ലമേഷൻ ഒക്കെ കുറച്ച് കൂടുതലാണ്. ഓക്കെ, അതാണ് സംഭവം. രണ്ടാമത്തെ കാര്യം. പിന്നെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. അതുപോലെ സ്പൈസസ് വളരെ കുറച്ച് എമൗണ്ട് ഉപയോഗിക്കുന്നവരാണ്. പെപ്പർ, അതുപോലെ നമ്മുടെ പാപ്രിക്ക, അതൊക്കെ വളരെ എമൗണ്ട്, ഒരു ടേസ്റ്റിന് മാത്രം. അപ്പം നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇന്ത്യൻ ഫുഡ്സ്, ഒരുപാട് ഏഷ്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജർമ്മൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന അത്രയും എരിവൊന്നും ഇവർക്ക് ഒരിക്കലും പറ്റില്ല കേട്ടോ. അവരുടെ എരിവെന്ന് പറയുന്നത് നമുക്കതൊരു എരിവേ അല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ്. പിന്നെ പറയുന്നത് അതുപോലെ ഡിഷ് വാഷിങ് കാര്യങ്ങൾ. ആരും അങ്ങനെ എല്ലാ വീടുകളിലും ഡിഷ് വാഷറുണ്ട്. അത് എല്ലാ വീട്ടിലും നമ്മൾ കിച്ചൺ വാങ്ങുമ്പോൾ എല്ലാ വീട്ടിലും ഡിഷ് വാഷർ മസ്റ്റായിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡ്രയർ. അപ്പം ആരും കൈ ഉപയോഗിച്ച് പാത്രം കഴുകുന്നത് വളരെ കുറവാണ്. 1-2 പാത്രം വല്ലപ്പോഴും എന്ന് പറഞ്ഞ് സ്ഥിരമായി നമ്മുടെ നാട്ടിലെ പോലെ പാത്രങ്ങൾ കൂട്ടിയിട്ട് കഴുകുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ ഫുഡ് കഴിക്കുന്നു, എല്ലാം ഡിഷ് വാഷർ കയറ്റി വെക്കുന്നു. അത്യാവശ്യം കഴുകാറാവുമ്പോൾ ഒരുമിച്ചിട്ട് അങ്ങ് കഴുകുന്നു, ഡ്രൈ ചെയ്ത് കയറ്റി വെക്കുന്നു. അതാണ് ഇവിടുത്തെ
രീതി. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഷ് വാഷറിൽ ഞാനിവിടെ വീട്ടിലായാലും ഡിഷ് വാഷർ വളരെ റയറായിട്ട് ഞാൻ ഉപയോഗിക്കുള്ളൂ. കാരണം ഞാൻ കുക്ക് ചെയ്യുന്ന അനുസരിച്ച് പെട്ടെന്ന് കഴുകി വെക്കുകയാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും മടി പിടിച്ച് ഒരുപാട് കൂട്ടി ഇരിക്കുന്ന സമയത്ത് മനു എടുത്ത ഡിഷ് വാഷറിൽ ഞാനായിട്ട് ഡിഷ് വാഷർ ഉപയോഗിക്കുന്ന വളരെ ഒരു കുറവാണ്. കാരണം എനിക്ക് ഒരു ഇതാണ്, കൈ കൊണ്ട് കഴുകിയാലേ ഫുൾ ക്ലീൻ ആവും അങ്ങനെ ഒരു. പക്ഷേ വെള്ളത്തിൻ്റെ എമൗണ്ട് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് കൈ ഉപയോഗിച്ച് നമ്മൾ നോർമൽ ടാപ്പ് വാട്ടറിൽ കഴുകുന്നതിലും എമൗണ്ട് കുറവേ ആവുള്ളൂ ഡിഷ് വാഷറിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ സത്യം അതാണ്. നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കൂ. ഒരുപാട് നമുക്ക് വളരെ എമൗണ്ട് കുറവ് വെള്ളം മാത്രമാണ് ഡിഷ് വാഷറിൽ യൂസ് ചെയ്യുള്ളൂ. അടുത്തത് വന്നിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൈജീൻ്റെ ഭാഗമാണ് സ്മെൽസ്. ജർമ്മൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരത് ഒരുപാട് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് നമ്മളെക്കാൾ കൂടുതൽ സ്മെല്ലിങ് സെൻസേഷനും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവർ 24 മണിക്കൂറും കയ്യിലൊരു ചെറിയ പോക്കറ്റ് പെർഫ്യൂം കാണും. അവരുടെ വാലറ്റ്സുകളിൽ അത്യാവശ്യം വലിയ പെർഫ്യൂംസ് കാണും. എപ്പോഴും സ്മെൽസ് അവർക്ക് എപ്പോഴും നല്ല ഫ്രഷ് അതായത് സ്മെൽസ്, അതായത് ആ ഒരു ഇത് കീപ്പ് ചെയ്യണം എപ്പോഴും ഫ്രഷ്, ആ ഒരു എന്താ പറയുക, ഫ്രഷ് ഓർഡർ കീപ്പ് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമുള്ളൊരു മനുഷ്യരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്മെൽസ്, ഈ വേർപ്പിൻ്റെ സ്മെൽസൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് അത് നമുക്ക് അത്ര നേരം അവരത് ഓപ്പണായിട്ട് നമ്മളോട് പറയുകയും ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും നല്ല പെർഫ്യൂംസ് ഒക്കെ. ഞാൻ അങ്ങനെ ഒരു പെർഫ്യൂം പേഴ്സണേ അല്ലായിരുന്നു. ഞാൻ അധികം സ്വെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പെർഫ്യൂം റെയറായിട്ട് മാത്രം ഞാൻ ഓർക്കുവാണെങ്കിൽ ഉപയോഗിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ഞാനും പെർഫ്യൂംസ് വളരെയധികം യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം അത് അവർ വളരെയധികം നോട്ട് ചെയ്യും. നമ്മൾ നല്ല പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നല്ലപോലെ ഒരു കോംപ്ലിമെന്റ് പറയും, ഇന്ന് നിനക്ക് നല്ല സ്മെല്ലാണ്, നിനക്ക് ഇത് ഏത് പെർഫ്യൂമാണ്. അങ്ങനെ പെർഫ്യൂംസിന്റെ കാര്യത്തിൽ, അതായത് സ്മെല്ലിന്റെ കാര്യത്തിൽ അത് ഇവർക്ക് വളരെ മസ്റ്റായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് ഇപ്പം നമ്മൾ വർക്ക് കയറുന്നതിന് മുമ്പ് ഡിയോ അടിച്ചും ഇടയ്ക്കിടയ്ക്ക് ഡിയോ അടിച്ചും ഒക്കെ ഇവർ കീപ്പ് ചെയ്യാറുണ്ട്. നല്ല ഫ്രഷ് ഓർഡർ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ജർമ്മൻസിന് സ്മെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടോപ്പിക് പറയാം. അതാണ് കുറേ പേർക്കൊക്കെ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ കൾച്ചറൽ ഷോക്ക് എന്ന് പറയാനും മാത്രം ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മുടെ ഇന്ത്യയിലും ഇപ്പം പുതിയ മോഡേൺ ജനറേഷൻസ് ഒക്കെ ഈ ഒരു രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറയാനും മാത്രം ഒന്നും ഇല്ല ഇവിടെ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അറിയാം, ഇവിടെ നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സാണ് ടോയ്ലറ്ററി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരിടത്ത് പോലും ഈവൻ ഹോട്ടൽ അതുപോലെ പബ്ലിക് ടോയ്ലറ്റ്സിൽ ഒന്നും തന്നെ നമ്മുടെ ജെറ്റ് സിസ്റ്റം ഇല്ല. എല്ലായിടത്തും ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ എനിക്കായാലും ഇവിടെ വന്ന സമയത്ത് എനിക്കറിയാം ടിഷ്യൂ പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഇതെങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ഡേ ഇവിടെ വന്ന സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രത്യേകം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് പേപ്പേഴ്സ് പാഡ് ഒന്നും നമ്മൾ ക്ലോസറ്റിൽ ഡിസ്കാർഡ് ചെയ്യരുതെന്നാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം എനിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡൗട്ടായിരുന്നു ടിഷ്യൂ പേപ്പേഴ്സ് എവിടെ ഡിസ്കാർഡ് ചെയ്യും എന്നുള്ളത്. അപ്പം ഇവിടുത്തെ ടോയ്ലറ്റുകളിൽ നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് ടോയ്ലറ്റിൽ തന്നെ ഡിസ്കാർഡ് ചെയ്ത് ഫ്ലഷ് ചെയ്യാം. കാരണം അത് വളരെ ലൈറ്റാണ്, കാരണം അത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പം അത് യൂസ് ചെയ്യാൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഓഫ്കോഴ്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും എല്ലാ വീടുകളിലും 2 ടോയ്ലറ്റ്സും ഉണ്ട്. ഇന്ത്യൻ ടോയ്ലറ്റും യൂറോപ്യൻ ടോയ്ലറ്റ്സും പുതിയ വീടുകളിലെല്ലാം തന്നെ ഉണ്ട്. അപ്പം യൂറോപ്യൻ ടോയ്ലറ്റ് നമുക്ക് യൂസ്ഡ് ആണ്. പക്ഷേ ടിഷ്യൂ പേപ്പേഴ്സ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വളരെയധികം അതിനോട് യൂസ്ഡ് ആയി. ഇപ്പം സത്യം പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ മതി. നാട്ടിൽ പോയി ഇപ്പം ലീവിന് ചെന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം ഉപയോഗിക്കാൻ തന്നെ സത്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാവുന്നവരുണ്ടാവും, അറിയില്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ചോദിക്കും, അയ്യേ ക്ലീൻ ആകില്ലേ, എങ്ങനെ പേപ്പർ ഉപയോഗിച്ച്? പക്ഷെ അതല്ല, ഏറ്റവും ക്ലീനസ്റ്റ് മെത്തേഡ് എന്നാണ് പറയുക ടിഷ്യൂ പേപ്പേഴ്സ് ഉപയോഗിക്കുന്നതിന്. ഏറ്റവും ഹൈജീനിക് മെത്തേഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടിഷ്യൂ പേപ്പേഴ്സ്. ഇവിടെ ഇത് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഇതിൻ്റെ ഒരു 12 പാക്കറ്റ് വരുന്നതാണ് ഞങ്ങൾ വാങ്ങുന്നത്.
അപ്പം ഞങ്ങൾക്കിത് 1 month വേണം, ഒരു 12, കാരണം എന്നെക്കാൾ കൂടുതൽ മനുവിന് ഒരുപാട് റോൾസ് ഇത് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ടിഷ്യൂ പേപ്പർ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് ടോയ്ലറ്റിലേക്ക് ഡിസ്കാർഡ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോൾ പോകും. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുമ്പം പലർക്കുള്ള ഡൗട്ടാണ്, ഫുൾ ക്ലീൻ ആകുമോ, ഇതൊരു നല്ല ഹൈജീനിക് മെത്തേഡാണോ? പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഹൈജീനിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. കാരണം ഇതിന് പ്രോപ്പർ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടിഷ്യൂ വെച്ച് നല്ലപോലെ വൈപ്പ് ചെയ്ത്, അപ്പോൾ വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് ടു ഫ്രണ്ട് അല്ല, ഫ്രണ്ട് ടു ബാക്ക് ആണ് വൈപ്പ് ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് റിസ്ക് കൂടുതലാണ്. അപ്പം എപ്പോഴും ഫ്രണ്ട് ടു ബാക്ക് വേണം നമ്മൾ വൈപ്പ് ചെയ്യാനായിട്ട്. അപ്പം വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോപ്പർ ഇവർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കൈ കഴുകും, സോപ്പിട്ട് ഹാൻഡ് വാഷ് ഇട്ട് ഇവർ കൈ കഴുകും. അപ്പം പിന്നെ എന്താണ് ഇപ്പം ഹൈജീൻ്റെ ഒരു പ്രശ്നം വരുന്നത്? അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ നമ്മൾ ടോയ്ലറ്റിൽ ഇടുന്നത് കൊണ്ട് തന്നെ അപ്പം പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും ടോയ്ലറ്റ് ബ്ലോക്ക് ആവില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട് ഇതുപോലത്തെ ടോയ്ലറ്റ് ടാബ്ലറ്റ്സ് കിട്ടും. ഇതുപോലത്തെ ചെറിയ ചെറിയ ടാബ്ലറ്റ്സുകളാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മളിത് ടോയ്ലറ്റിൽ ഇടുക. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഹാർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയിപ്പിച്ച് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടോയ്ലറ്റാണ് ഇത്. നമുക്ക് ഇതുപോലത്തെ ടാബ്ലറ്റ്സുകൾ സ്പ്യൂൾ മെഷീൻ നമ്മുടെ ഡിഷ് വാഷറിൽ ഇടാനായിട്ടും ലഭിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീക്കിലി വൺസ് ചെയ്തില്ലെങ്കിലാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇത് വളരെ മസ്റ്റാണ്. ഇവിടുത്തെ ടോയ്ലറ്റ്സിൽ ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് നമ്മൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 ഉപയോഗിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഇത് ടോയ്ലറ്റ് ബ്ലോക്ക് ആവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഇവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്ത് എല്ലാ ടോയ്ലറ്റ്സിലും എയർ ഫ്രഷ്നറും കാര്യങ്ങളും ടോയ്ലറ്റ് ഫ്രഷ്നേഴ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. പബ്ലിക് ടോയ്ലറ്റ്സിലും എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർ ഫ്രഷ്നേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ സ്മെൽസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെയൊക്കെ യൂസേജ് വളരെ കൂടുതലാണ്. അതുപോലെ ജർമ്മനിയിൽ, മറ്റ് യൂറോപ്യൻ കൺട്രീസ് അല്ല, ജർമ്മനിയിൽ പബ്ലിക് ടോയ്ലറ്റ്സുകളെല്ലാം പെയ്ഡാണ്. അതായത് നമ്മൾക്ക് 50 സെന്റ് ഇല്ലെങ്കിൽ 1 euro ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ വളരെ ക്ലീൻ ആണ്. ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനത്തെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും വെള്ളമേ പറ്റൂ, വെള്ളം മാത്രം അതായത് വെള്ളം മസ്റ്റ് എന്നുള്ള പലരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പം ഇവിടെ നമ്മുടെ നോർമൽ നാട്ടിലെ പോലത്തെ ബക്കറ്റ്സുകൾ, അതുപോലത്തെ കപ്പുകൾ, അങ്ങനെ റൗണ്ട് ആയിട്ടുള്ളതൊന്നും നമ്മുടെ ഇവിടെ കിട്ടില്ല. നമുക്ക് ഇതുപോലത്തെ ജെറ്റ് സ്പ്രേ കാര്യങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. പക്ഷേ അത് കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടുത്തെ ടോയ്ലറ്റ്സിൽ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ കണ്ടു, ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം. ഇതുപോലുള്ള പോർട്ടബിൾ ആയിട്ടുള്ള അതായത് എന്താ പറയുക, ജെറ്റ് സ്പ്രേസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം മസ്റ്റ് ആണ് എന്നുള്ളവർക്ക് ഈ ഒരു സാധനം വേണമെങ്കിൽ വാങ്ങാം. ഞാനിത് ഇൻസ്റ്റഗ്രാമിലായാലും ആരോ ഒരാളുടെ റീൽസ് ഇങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും. അപ്പം സ്മെൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. നമുക്ക് ഇപ്പോൾ വീടുകളിൽ നമ്മൾ ഇന്ത്യൻ ഫുഡ്സ് മസാലാസ് ഒക്കെ കുക്ക് ചെയ്യുമ്പം നമ്മുടെ വിൻ്റർ ജാക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ പെട്ടെന്ന് ഈ സ്പൈസസിൻ്റെ സ്മെൽസ് കയറി പിടിക്കും. അപ്പം നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെളിയിൽ പോകുമ്പോഴൊന്നും ഈ സ്മെൽസ് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല. പക്ഷേ ഇത് ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് ഇവർക്ക് പെട്ടെന്ന് ഈ സ്മെൽസ് കിട്ടും. ഇപ്പം വീട്ടിൽ അതൊരു ഭയങ്കര ആദ്യമൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇന്ന് ഗാർലിക് ആണോ കഴിച്ചത്, നീ ജിഞ്ചർ കൊണ്ടുള്ളതെല്ലാം ആണോ കഴിച്ചത്? കാരണം ഇവർക്ക് പെട്ടെന്ന് സ്മെൽസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സ്മെൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വ്യത്യാസം തോന്നാത്തതാണ്. പക്ഷെ പെട്ടെന്ന് ഇവർക്ക് ഈ സ്മെൽസ് കിട്ടും. അത് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനത്തെ മസാല സ്മെൽസ് ഒക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക്
ഇവിടെ ഡ്രോഗറി മാർക്കറ്റിലൊക്കെ നമുക്കിങ്ങനെ ക്ലോത്തിൽ അല്ലെങ്കിൽ മീൻസ് ക്ലോത്തിൽ ഇതുപോലെ നമ്മുടെ ഡ്രസ്സസ് ജാക്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രഷ്നർ ഡിയോ പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ മാക്സിമം ചെയ്യുന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചണിന് ഡോർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഡ്രസ്സൊക്കെ നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നത് അങ്ങനെയുള്ള ഏരിയ ഒക്കെ ക്ലോസ് ചെയ്തിടുക. ഞങ്ങളിപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോർ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നിടം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡോറ് എപ്പോഴും അടച്ചിടുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഡ്രസ്സസിൽ നിന്നും ഈ സ്മെല്ല് വരുന്നത് ഇവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ വരുമ്പോൾ ഇവർക്ക് അങ്ങനെ സ്മെൽ, മസാല, സ്പൈസസിന്റെ സ്മെൽസ് ഒന്നും ഇവർക്ക് കിട്ടില്ല. കാരണം ഇവരെല്ലാം കൂടുതലും ബോയിൽഡും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നത് കൊണ്ട് ഇവർക്ക് അങ്ങനെ നമുക്ക് സ്മെല്ല് വരില്ല. ഇവനിപ്പം ഇവർ ഫുഡ് കഴിച്ചിട്ട് ഗാർഗിൾ ചെയ്തില്ല എങ്കിൽ പോലും ഇവർ ഈ കൂടുതലും നമ്മുടെ ഓർബിറ്റ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഇവരുടെ അടുത്തുനിന്ന് ഒരു സ്മെൽസ് നമുക്ക് അങ്ങനെ വരികയില്ല. അപ്പോൾ അതാണ് അടുത്ത കാര്യം. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ മെൻസസ് വരുന്ന സമയത്തുള്ള മെനസ്ട്രൽ പാർട്സ്, സാനിറ്ററി പാർട്സിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ യൂറോപ്യൻസ് കൂടുതലും യൂസ് ചെയ്യുന്നത് മെനസ്ട്രൽ കപ്പാണ്. മെനസ്ട്രൽ കപ്പ്, അതുപോലെ തന്നെ ടാംപോൺസ്, ഇതാണ് ഇവർ കൂടുതലും പാഡ്സിനെക്കാട്ടിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാഡ് ആണ് യൂസ് ചെയ്യുന്നത്, മെനസ്ട്രൽ പാഡ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. മെനസ്ട്രൽ കപ്പ് ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് പിന്നീട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ മെനസ്ട്രൽ പാഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടാംപോൺസ്. മെനസ്ട്രൽ പാർട്സ് കപ്പുകൾ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല, എൻ്റെ കയ്യിലില്ല. കപ്പുകൾ, മെനസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതാണ് ടാംപോൺസ്. ഇവിടെ ഒരുപാട് പേര് മീൻസ് കൂടുതൽ ആൾക്കാരും ടാംപോൺസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതുപോലെയാണ് മെനസ്ട്രൽ ടാംപോൺസ് ഇരിക്കുക. നമ്മൾ ഇങ്ങനെ ജെനിറ്റൽ, അതായത് വജൈനയിൽ അകത്ത് ഇത് കയറ്റി ഇൻസൈഡ് കീപ്പ് ചെയ്ത് വെക്കും. ബ്ലഡൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. ഇതിന്റെ കറക്റ്റ് എത്ര മണിക്കൂറാണ്, എനിക്ക് തോന്നുന്നു എത്ര മണിക്കൂർ ഇത് ലാസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സാധനമല്ല. പിന്നെ എനിക്കിത് യൂസ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഇല്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതാ ഈ ഒരു ത്രെഡ് വലിച്ചാണ് ഇത് ഡിസ്കാർഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ഒരുപാട് നെഗറ്റീവ് സൈഡ് എഫക്റ്റുകൾ ഞാൻ കണ്ടു. നമുക്ക് അലർജിക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്നുള്ളത് കണ്ടു. കാരണം ഇത് കോട്ടൺ തന്നെ ആണല്ലോ, അപ്പം അങ്ങനെയാണ്. അപ്പം ഇതാണ് ടാംപോൺസ് വരുന്നത്. മെനസ്ട്രുവൽ കപ്പ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് അത്ര കംഫർട്ടബിൾ ആകാത്തത് കൊണ്ട് ഞാൻ പിന്നീട് അത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല, കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് പിന്നീട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതായത് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആവും. അതുമല്ല, വളരെ കംഫർട്ടബിൾ ആണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ അത്ര അല്ല. അപ്പോൾ ഞാൻ സാനിറ്ററി പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പാർട്സ്, ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി പാർട്സുകൾ കിട്ടും. നൈറ്റ്, സ്ലീപ്പ് വെയർ പാർട്സുകൾ, അതുപോലെ തന്നെ ഒരുപാട് പല തരത്തിലുള്ള പാഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് പീരിയഡ്സ് വരുന്ന ദിവസങ്ങളിൽ നോർമലി ഫസ്റ്റ് ദിവസം ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ഡേ അത്രയും കാണില്ല. ഫസ്റ്റ് ഡേ ആണ് എനിക്ക് ഹെവി ബ്ലീഡിങ്. പിന്നെ എൻ്റെ ബ്ലീഡിങ് ആയാലും 3 days ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അങ്ങോട്ട് ചെറിയ സ്പോട്ടിങ് പോലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വലിയ പാടുകളാണ്. ഇത്രയും ഇതുപോലത്തെ വലിയ പാഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു 3 days. പിന്നെ അങ്ങോട്ട് സ്പോട്ടിങ് ഒക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വിങ്സ് ഉള്ളതുണ്ടായിരുന്നു, അത് തീർന്നു. ഇല്ലെങ്കിൽ ഈ ഒരു സൈസിൽ വരുന്ന ഇതുപോലത്തെ പാഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് പീരിയഡ്സ് തീരുന്നത് വരെ ഇത്രയും ഇതുപോലത്തെ പാഡുകളാണ് യൂസ് ചെയ്യുന്നത്. വിങ്സ് ഉള്ളത്, വിങ്സ് ഇല്ലാത്തതായാലും ഓക്കെ. അതുപോലെ പിന്നെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ചെറിയ മിനി പാഡുകൾ കിട്ടും. ഇത് നിങ്ങൾക്ക് ഇതുപോലെ, അതായത് ഡിസ്ചാർജസ് ഒക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഇതുപോലത്തെ ചെറിയ പാഡുകൾ. ഇത് ഇപ്പം ഇതുപോലത്തെ ചെറിയ പാഡുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ യൂസ് ചെയ്യും. എനിക്കങ്ങനെ ഡിസ്ചാർജിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ പാഡുകൾ ജസ്റ്റ് ഒരു കംഫർട്ടാണ്, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ സാനിറ്ററി മെത്തേഡുകൾ. പിന്നെ വരുന്നത് നമ്മുടെ ഡ്രസ്സിങ് രീതികളൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാലോ സമ്മർ വിൻ്റർ എന്ന് പറയുന്ന 2 ക്ലൈമറ്റ് അതിൻ്റെ പീക്കിൽ ഉള്ളതാണ് യൂറോപ്യൻ കൺട്രീസുകളൊക്കെ. അപ്പം വിൻ്റർ സമയത്ത് ഭയങ്കര ക്ലോസ്ഡ് ആയിരിക്കും, അതായത് ജാക്കറ്റ് തെർമൽസ് ഒക്കെ ഇട്ട് ഭയങ്കര ക്ലോസ്ഡ്. ഇപ്പം നമ്മൾ വർക്കിങ്ങിലായാൽ പോലും അവർ കൂടുതലും യൂണിഫോംസ് ഒക്കെ കുറച്ചുകൂടി വിൻ്റർ സമയത്ത് ലോങ് ജീൻസും കാര്യങ്ങളെല്ലാം മീൻസ് ഒട്ടും നമുക്ക് തണുപ്പേക്കാത്ത രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇടാറ്. അതേസമയം സമ്മർ വരുന്ന സമയത്ത് ഇത് നേരെ ഉൾട്ടയാണ്. കാരണം ഇവർ വളരെ ലൈറ്റ് ക്ലോത്തുകൾ മാത്രമാണ്. ഇന്നേഴ്സ് വരെ ഈവൻ ഇവർ കുറയ്ക്കും. കാരണം ചൂട് വരുന്ന സമയത്ത് ഇവർക്ക് തീരെ, ഇവർ തണുപ്പിനോട് പിന്നെ അഡ്ജസ്റ്റ് ആണ്. പക്ഷേ ഇവർക്ക് ഈവൻ 12 ഡിഗ്രി 13 ഡിഗ്രി എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ആൾക്കാർക്ക്, ഇവിടുത്തെ മനുഷ്യർക്ക് ചൂടാണ്. ഇവർക്ക് ചൂട് തീരെ സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ വളരെ ലൈറ്റ് വെയ്റ്റ് ക്ലോത്തുകളാണ് യൂസ് ചെയ്യാറ്. ഇപ്പം നമ്മുടെ വർക്കിലൊക്കെ 3/4 ഷോർട്ട്സ് കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനത്തെ മിനിമലാണ് കൂടുതലും. പിന്നെ എനിക്കിവിടെ വന്ന സമയത്ത് എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ വന്നത് ഒരു മെയ് ജൂൺ സമയത്താണ്. ആ സമയത്ത് ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജൂലൈ ഒക്കെ ആയപ്പോൾ ഭയങ്കര അത്യാവശ്യം നല്ല ചൂട് 32 ഡിഗ്രി ഒക്കെ വന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇവിടെ സമ്മർ സമയത്ത് പുറത്ത് നല്ല വെളിച്ചമാണ്, അതായത് ഡേ ടൈം ഇവിടെ കൂടുതലാണ്, സൺലൈറ്റ് കൂടുതലാണ്. ഒരു 10 മണി 10:30 ആയാൽ പോലും നമുക്കിവിടെ ഇരുട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ മനുഷ്യർക്ക് ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് ഇവരിങ്ങനെ മാക്സിമം അതിനോട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കുന്നവരാണ്. ഞാനൊക്കെ നാട്ടിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഒരു കുട ഉണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം എത്ര പേര് കയറാവോ അത്രയും പേര് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അങ്ങനെ പോലും വെയിലത്ത് ഇറങ്ങുന്ന മനുഷ്യരേ അല്ലായിരുന്നു. കുട എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും മഴയത്തും വെയിലത്തും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടാകുന്ന ഒരു സാധനമാണ്. അത് ഞങ്ങൾ മഴക്കാലത്ത് കായലും കൂടുതൽ ഉപയോഗിച്ച് വയ്ക്കുന്നത് ഞങ്ങൾ അതായത് സമ്മർ വരുന്ന സമയത്തായിരുന്നു നാട്ടിൽ. അപ്പോൾ ഇവിടെ അത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊട എന്ന് പറയുന്ന ഒരു സാധനം മഴയത്ത് വേണ്ടി മാത്രം, അതിനെ റെഗൻ ഷ്രിം തന്നെയാണ് ഇവർ പറയുന്നത് തന്നെ, മഴയത്തേക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണ് കൊട. എത്ര വെയിലാവട്ടെ, സൺബേൺ അടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ മനുഷ്യർ കൊട ഉപയോഗിക്കില്ല. അപ്പം നമ്മൾ കൊട ചൂടി പോകുമ്പോൾ ആൾക്കാർ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ, മഴയില്ലല്ലോ ഇതെന്താണ് ഇപ്പോഴും കൊട ചൂടിക്കൊണ്ട് പോകുന്നത്, അങ്ങനെയാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് എനിക്ക് തീരെ വെയിൽ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാനിങ്ങനെ കൊട ഇതുപോലെ ടൗണിൽ കൂടെ കൊട കൊണ്ടുപോകുമ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഒന്നടങ്കം എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത് അമ്മാതിരി വെയിലാണ്, നമുക്ക് ലൈറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്യാപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇവിടുത്തെ ആൾക്കാരായാലും ക്യാപ്പ് യൂസ് ചെയ്യും. പിന്നെ ഇവർക്ക് കൂടുതലും സൺലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സ്കിന്നിങ്ങനെ കുറച്ചുകൂടി ബ്രൗൺ ആവുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ഹൈജീൻ്റെ ഒരു ടോപ്പിക്ക് പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ടോയ്ലറ്റ്സ് പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യുക. കാരണം ഈ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം പുറത്തേക്കൊക്കെ നമ്മൾ കാണാതെ മൈന്യൂട്ട് വെള്ളം പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാറുണ്ട്. അപ്പം നമുക്കിവിടെ മിക്ക വീടുകളിലും ബാത്റൂം പ്ലസ് ടോയ്ലറ്റ് ഒരുമിച്ചായിരിക്കും. കാരണം ഇവർ കൂടുതലും ഇങ്ങനെയുള്ള ടോയ്ലറ്റ് കിച്ചൺ എന്നുള്ള സ്പേസ് കുറച്ചിട്ട് കൂടുതലും ബെഡ്റൂംസും ലിവിങ് റൂമാണ് കൂടുതൽ. കാരണം ഇവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏരിയയാണ് ഇവർ ഏരിയ കൂട്ടി പണിയുന്നത്. ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ നമ്മുടെ കിച്ചൺ ഒരു വീട്ടിലെ ഏറ്റവും ചെറിയ ഏരിയ ഉള്ളത് കിച്ചൺ ആയിരിക്കും. കാരണം ഇവർ അധികം കുക്ക് ചെയ്യുന്നവരല്ല. ഒന്നെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ ലൈറ്റായിട്ട്. കാരണം ഇവർക്ക് കൂടുതലും ബേക്ക് ചെയ്ത് കഴിക്കുന്നവരാണ്, ഇവർക്ക് ഓവനും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ ഇവരുടെ കിച്ചൺ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ആയാലും ഈ പറയുന്ന അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പം ടോയ്ലറ്റും ബാത്റൂമായിട്ട് രണ്ടായിരിക്കും, ഇല്ല ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും. കാരണം ടബ് ഇല്ലെങ്കിൽ ക്യാബിൻ ടോയ്ലറ്റ് ബാത്റൂം ഇതൊക്കെയാണ് ഇവർക്ക് കൂടുതൽ. അപ്പോൾ കൂടുതൽ ഏരിയ എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ബെഡ്റൂം ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ വളരെ വലുതായിരിക്കും. അതുപോലെ ചിലപ്പോൾ ലിവിങ് ഏരിയ പ്ലസ് ഓപ്പൺ ഡൈനിങ് സ്പേസ് ആയിരിക്കും.
കാരണം ഇവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലിവിങ് റൂമിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം മിക്ക വീടുകളും പണിയുമ്പോൾ ആ ഒരു രീതിയിലാണ് ബിൽഡ് ചെയ്യുന്നത്. ഏരിയ കൂടുതൽ ലിവിങ് റൂമിനൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്തിട്ട്, അത് നമ്മൾ നാട്ടിലായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലിഡ് ക്ലോസ് ചെയ്തിട്ട് എപ്പോഴും ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ വരുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അതിപ്പോൾ ഞാൻ ഹെൽത്ത് സെക്ടറിൽ ഇതായിട്ട് പറയാണ്, നമുക്ക് ലൂസ് മോഷൻ വരുന്ന സമയത്ത് ഇവിടെ പേഷ്യൻസിനെ അവരെ ഐസൊലേറ്റ് ചെയ്യും. കാരണം ലൂസ് മോഷൻ വരുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇവരതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ ഇവർ ഐസൊലേറ്റ് ചെയ്യും. ഒരു മുറിയിലേക്ക് മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇതിനെ കൾച്ചർ ചെയ്യും. അതായത് ഇതിൻ്റെ പ്രോബുകൾ ലബോറിലേക്ക് അയച്ചിട്ട് ഇതെന്തുകൊണ്ടാണ് ഈ ലൂസ് മോഷൻ വന്നിരിക്കുന്നത്, അത് ഓരോ ബാക്ടീരിയ കൊണ്ടായിരിക്കാം. ചില സമയത്ത് ഫുഡിൽ നിന്ന് വരുന്ന ബാക്ടീരിയാസ് കൊണ്ടോ, ഇല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും ഇപ്പം ലൂസ് മോഷൻ ആയാൽ പോലും ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ വ്യക്തി ഉപയോഗിച്ച കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പം നമുക്കും ഈ ബാക്ടീരിയാസ് നമ്മളിലേക്കും സ്പ്രെഡ് ചെയ്ത് ലൂസ് മോഷൻസ് വരാൻ നമുക്കും ചാൻസസ് ഇവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് പേഷ്യൻസിനെ ഇവിടെ ഐസൊലേറ്റ് ചെയ്യുന്നത്. അതെനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ നാട്ടിൽ ലൂസ് മോഷൻ വരുന്ന സമയത്ത് ഒരു കോമൺ ഇതായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പക്ഷെ അതല്ല, അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇവിടെ മനുഷ്യർ കാണുന്നത്. ഈവൻ നമുക്കായാലും ഇപ്പം ലൂസ് മോഷൻ മാത്രമല്ല, നമുക്ക് സിക്കാണെങ്കിൽ, പക്ഷേ ലൂസ് മോഷൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെ പെർട്ടിക്കുലർ നമുക്ക് പ്രത്യേകം സിക്ക് എടുക്കാനായിട്ട് പറ്റും, ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നുള്ളൂ. എനിക്കറിയില്ല ഇനി ഞാൻ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടമാണ് നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഓരോ ഐഡിയാസ് ഇങ്ങനെ തരുന്നത്. കാരണം ഈ ഒരു കാര്യം എൻ്റെ മൈൻഡിലേക്ക് പോലും വന്നിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്യാനായിട്ടിരുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് ട്രിപ്പിൻ്റെയും അതായത് നാട്ടിൽ പോകേണ്ട സമയം വന്നു. അതിനു മുമ്പ് ഓരോ കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പിന്നീടെന്ന് വെച്ചു. പക്ഷേ ഇനി അങ്ങനെ ഒരുപാട് ഡിലേ ആക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ വീഡിയോ കയ്യോടെ അങ്ങ് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ഫീൽ ഫ്രീ ടു കമൻറ്റ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.